ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വാടാനപ്പള്ളി ബൈപ്പാസിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതിൻ്റെ ബാക്കിയാണ്. ഇവിടുന്ന് തുടർന്ന് ഇവിടെ വരെ ആയിരുന്നു നമ്മൾ നിർത്തിപ്പോയത്. അപ്പോൾ ഇനി ഇവിടുന്ന് തുടർന്നുള്ള കാഴ്ചകളാണ്. ബാക്കി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ റോഡ് പണി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കുറച്ചും കൂടി വരുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞൊരു ഭാഗം കാണാം. പിന്നെ ഒന്ന് പറയട്ടെ, ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന്. ഇവിടെ കുറച്ച് ഭാഗം ഇതുപോലെ സെൻറ്ററിൽ ടാർ ചെയ്ത് വെച്ച് കാണാം. ഇങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ടാർ ചെയ്തത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതാണ് കാണേണ്ടത്. ഇവിടെ ടാർ ചെയ്തത് കുറച്ച് ഭാഗം കണ്ടില്ലേ, ഇതാണ് ആ ഭാഗം. ഇവിടെ സൈഡ് ഭാഗത്ത് വന്നിരുമ്പോൾ കാണുന്നത് ഇങ്ങനെ നമ്മുടെ സാധാ റോഡ് ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ വെട്ടിവെച്ച പോലെ കാണാണ്. ഇതുപോലുള്ള ഒരു ഭാഗമാണ്. ഇതിഞ്ഞ് നമ്മുടെ സർവീസ് റോഡ് ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. അതിനുള്ള ഗ്യാപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതിനുള്ള മണ്ണൊക്കെ ഇവിടെ സെറ്റാക്കി ഇതൊക്കെ കാണാം. ബാക്കി ഇവിടെ വേറെ ഒന്നും വർക്ക് നടന്നിട്ടില്ല. പിന്നെ ഇനി വരാനുള്ളത് ഇവിടെ ഭിത്തി കെട്ടാനുള്ള ഒരു സൈഡ് വാൾ കെട്ടാനുള്ളതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കെട്ടുമായിരിക്കാം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്തോട്ട് എന്തൊക്കെയാണ് ഇനി കാണാനുള്ളത്, എന്തൊക്കെയാണ് അവിടെ വർക്ക് നടന്നിട്ടുള്ളത് എന്ന് അറിയില്ല. പോയി നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പുതുതായിട്ട് കാണുന്നവർ വീണ്ടും പറയുകയാണ്, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കാണേണ്ടത് ഇതേപോലെ മണ്ണ് റെഡിയാക്കി ഒരുക്കി വെച്ചതല്ലാതെ വേറെ ഒന്നും ഇവിടെ കാണില്ല. ഇപ്പുറത്ത് ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ വർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഇതിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒക്കെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുമ്പോഴേക്കും ഇത്ര വെള്ളം കെട്ടുണ്ടാവണം. ഇത്രയും ഭയങ്കരമായിട്ടുള്ള വേനലിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ വെള്ളം. ഇവിടുത്തെ ഭൂപ്രകൃതി ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, ഈ ഭാഗത്തൊക്കെ കാണുന്നവർക്കറിയാം. ഇതുപോലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കേണ്ടത്. ക്രെയിൻ ഉപയോഗിച്ച് അവിടെ ഈ ഇത് വെക്കുന്നുണ്ട്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ സംഭവം ഇതുപോലുള്ള ബ്ലോക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ച് ജോയിൻ്റ് ആക്കുകയാണ്. അത് ക്രെയിൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഇവിടെ ചെയ്യേണ്ട വർക്ക്. ഇതാണ് സംഭവം. ഇങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് ഇതാണ് ചെയ്യേണ്ടത്. ക്രെയിൻ ഉപയോഗിച്ച് ഇതേപോലെ വലിയ ബീമുകൾ, ബ്ലോക്കുകൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ബ്ലോക്കുകൾ ഇവിടെ എടുത്ത് വെച്ച് ഡ്രെയിനേജിൻ്റെ വർക്ക് ഒരുക്കിയതിൻ്റെ ശേഷമായിരിക്കും ബാക്കി ഫുട്പാത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഫുട്പാത്തിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഫുട്പാത്തിൻ്റെ വർക്ക്, ബൗണ്ടറി കെട്ടുന്ന വർക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണ് നിറക്കാം. അങ്ങനത്തെ വർക്കൊക്കെ കാരണം പിന്നെ നടക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ ഇത് മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് റോഡിൻ്റെ മണ്ണ് അടിച്ചമർത്തി വെച്ച് കാണാം. അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു അണ്ടർപാസ്സാണ് അത്. ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ചെറിയൊരു അണ്ടർപാസ്. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പോൾ നടക്കേണ്ടത് ഇവിടെ. ബാക്കി കമ്പിയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് കാണാം നിങ്ങൾക്ക്. ഇതാണ് ഇവിടുത്തെ കാഴ്ച.
ഇവിടെയും പച്ച കമ്പിയാണ് ഉപയോഗിക്കേണ്ടത്. അത്തരത്തിലുള്ള കമ്പി തന്നെയാണ്. ബാക്കിയുള്ള ചില ഭാഗത്തെ കോഴിക്കോട് ഭാഗത്തൊന്നും ഇങ്ങനത്തെ കമ്പിയല്ല ഉപയോഗിക്കേണ്ടത്, സാധാ കമ്പിയാണ്. അതുപോലെ KNRC കമ്പനി ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ കമ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി മറ്റുള്ള ഭാഗത്ത് എന്താണെന്ന് പോയി നോക്കാം, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന്. ഇതാണിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇവിടെ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ അമർത്തിയതിന് ശേഷം ഇവിടെ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മണ്ണ് മെറ്റൽ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തോട്ട് വരെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. അത്രക്കും പവറുള്ള ഒരു മെഷീനാണത്. അപ്പോൾ ഇതാണ് മെഷീനെ കൊണ്ട് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് കാണുന്നത് കാഴ്ച എന്താ പറഞ്ഞാൽ, അവിടെ മണ്ണ് ലെവൽ ചെയ്യണ മെഷീൻ ഉപയോഗിച്ച് മണ്ണ് ലെവൽ ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ മെറ്റൽ ചെയ്ത് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഈ സൈഡിൽ ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് മിക്സ് പോലുള്ള ഒരു ഇതാണ്, മെറ്റൽ മാത്രമല്ല ഇട്ടിട്ടുള്ളത്, ഒരു കോൺക്രീറ്റ് മിക്സാണ്. അത് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഏത് ഭാഗത്തും ഇങ്ങനെ സൈഡ് വാള് കെട്ടിയത് അങ്ങനെ കാണുന്നില്ല. സൈഡ് വാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടെ എന്നിട്ടും. പക്ഷേ സൈഡ് വാളിൻ്റെ പണി എന്തുകൊണ്ട് തുടങ്ങിയില്ല അറിയില്ല. ഇനി സൈഡ് വാള് പിന്നീട് കെട്ടുമായിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഹൈവേയിലും ചെറുതായിട്ടുള്ള വളവുകളൊക്കെ ഉണ്ട്. അതേപോലെ ചെറിയ തോതിലുള്ള കയറ്റങ്ങളും അറിയാത്ത രീതിയിലുള്ള അങ്ങനത്തെ കയറ്റവും ഇറക്കങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വളവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്. ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് പോയതാണ്. ഇനി സൈഡ് വാള് വരാനുണ്ട്. ഇവിടെ ചിലപ്പോൾ എനിക്ക് തോന്നേണ്ടത് എന്താ പറഞ്ഞാൽ, ഇവിടെ ഒന്നും ഈ സർവീസ് റോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒഴിച്ചു വിട്ടത്. പിന്നീട് ഇവിടെ വാള് കെട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ സൈഡ് വാള് അതിന് വേണ്ടി ഒഴിച്ചു വിട്ടതാവും. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ, ഇതാണ് ഈ സ്ലാബ് വെക്കുന്ന ഫസ്റ്റ് ഭാഗമാണ് ഇത്. ഇങ്ങനെയാണ് ഈ സ്ലാബ് വെക്കുന്നത്. ഫസ്റ്റ് ഒരു മരക്കട്ടയിലൊക്കെ ഉറപ്പിച്ചാണ് ഇത് വെക്കുന്നത്. കണ്ടില്ലേ, മരക്കട്ട ഒരു ക്ലാമ്പൊക്കെ ഇട്ട് സ്ക്രൂ ചെയ്തൊക്കെ വെക്കുന്നൊരു സിസ്റ്റമാണ് ഇത്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അധിക ഭാഗത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു ഏരിയയാണ് ഇത്. കണ്ടില്ലേ, ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കൊണ്ടാണ് ഇത് പിടിപ്പിച്ച് നിർത്തുന്നത്. ഈ ഒരു ബെൽറ്റ്, ഈ കറുത്ത കാണുന്നത് ഒരു ബെൽറ്റ് ഉപയോഗിച്ചാണ് ഇങ്ങനെ അത് അങ്ങോട്ട് വലിച്ചു വെച്ച് ഒരു കമ്പി കൊണ്ട് അടിച്ച് നേരത്ത് അങ്ങനെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇത് ചെയ്യേണ്ടത് മണ്ണിൽ. പിന്നെ അതിൻ്റെ മേലെ മണ്ണ് അമർത്തി സെറ്റാക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇതാണ് ആ വർക്ക്. അങ്ങനെ കഴിഞ്ഞതിന് ബെൽറ്റ് ഇട്ടതിൻ്റെ ശേഷം ഇതുപോലെ മണ്ണ് ഇട്ടതിൻ്റെ ശേഷം മണ്ണ് അമർത്തി ഇതുപോലെ വെള്ളമൊക്കെ നനച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഒരു സ്പോഞ്ച് മിക്സ്ഡ് ഉള്ള ഒരു ഷീറ്റാണിത്. ഇതൊരു സ്പോഞ്ചും ഒരു നെറ്റ് പോലെയുള്ള ഒരു രണ്ടും കൂടെ ഇതുള്ളൊരു ഷീറ്റാണ് ഉപയോഗിച്ച് കൊണ്ടാണ് ഇതിവിടെ ചെയ്യേണ്ടത്. ഇവിടെ നല്ല രീതിയിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോവാൻ ഇനി പറ്റും തോന്നുന്നില്ല ഗൈസ്. എന്താ പറഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിച്ചു പോകാനുള്ള വഴിയില്ല. അപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതാണ് വെള്ളക്കെട്ടൊക്കെ കാണാം. ഇവിടെ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് അടിയിൽ ബെൽറ്റ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നിന്നാണ് ഈ വാള് കെട്ടിക്കൊണ്ടിരണ്ട്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച. ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റിലേക്ക് മാറുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് കുറച്ച് മുന്നിൽ. ആ ഭാഗത്ത് ആ അണ്ടർപാസിൻ്റെ വർക്ക്
അവിടെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ സ്ലാബൊക്കെ ഈ സെൻറ്റർ ഭാഗത്തൊക്കെ സ്ലാബ് കുറഞ്ഞ് വെച്ചത് കാണാം ആവശ്യത്തിനായ. ഇപ്പോൾ ഇത് സ്ലാബ് വെച്ച് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നതിനനുസരിച്ച് മണ്ണിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കലാണ്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.